രൂപാസ് കിച്ചൻ. ഞാനിന്ന് ഇവിടെ ആവിയിൽ വേവിച്ചെടുക്കുന്ന, അതായത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സ്നാക്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ജാഗരി. ഇപ്പം അതിന് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് ശർക്കര ഒരു 4 കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ പൊടിച്ചത്. അതിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം, ഉരുക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 ചെറുപഴം എടുത്തിട്ടുണ്ട്. ചെറിയ പഴം ഏതായാലും കുഴപ്പമില്ല, ഏത് ചെറിയ പഴം ആയാലും മതി. അതിൽ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടെ നല്ലപോലെ നമുക്ക് ഈ പഴം തേങ്ങയും കൂടെ കൈ കൊണ്ട് നല്ലപോലെ മാഷ് ചെയ്യണം. മിക്സിയിലൊന്നും ഇട്ട് അടിക്കരുത് കേട്ടോ, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നല്ലപോലെ ഈ പഴമൊന്ന്, ഇതിപ്പോൾ നല്ല പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുഴയ്ക്കാൻ പറ്റും. കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനത് നല്ലപോലെ കുഴച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ 1 കപ്പ് അവലിട്ട് കൊടുക്കുകയാണ്. അവൽ വന്നിട്ട് ഇപ്പോൾ റെഡ് അവലായാലും കുഴപ്പമില്ല, വൈറ്റ് അവലായാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ പോലും വേണ്ട ഏലക്കപ്പൊടി. അത് കഴിഞ്ഞിട്ട് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളുപ്പ് മതി കേട്ടോ. അതിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ശർക്കര പാനി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ശർക്കര പാനിയും കൂടെ ഒഴിക്കുകയാണേ. ഒഴിച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്തോളാം കുറച്ച്. എന്നിട്ട് ഒരു 1/4 കപ്പ്, പിന്നെ ഞാനിപ്പോൾ ആട്ടയാണ് എടുത്തിട്ടുള്ളത്, ആട്ട അല്ലെങ്കിൽ മൈദയും എടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം ഞാനിത് ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി കൈ നല്ലപോലെ കഴുകിയിട്ട് നമ്മൾ കയ്യിൽ ശകലം എണ്ണ വല്ലതും ഗ്രീസ് ചെയ്യണം. എണ്ണയോ നെയ്യോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. കയ്യിലിങ്ങനെ പുരട്ടിയിട്ട് ഇത് ബോളുകളാക്കി ഉരുട്ടി വയ്ക്കണം. കണ്ടോ, ഇതുപോലെ ബോളുകളാക്കി വയ്ക്കാം. പിന്നെ എന്തെന്ന് വെച്ചാൽ ഈ ശർക്കര പാനി എടുക്കുമ്പോൾ എപ്പോഴും ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നമ്മൾ കുറച്ച് ശർക്കര എടുത്തിട്ടുള്ളൂ. ഇതിലൊഴിക്കുമ്പോഴേ ഇതിൽ വെള്ളം കൂടിപ്പോവാണെങ്കിൽ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നോക്കി വേണം. അങ്ങനെ അഥവാ ശർക്കര പാനി ഉരുക്കിയാലും കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ളത് ചേർക്കണം. ഇല്ല, നിങ്ങൾക്ക് ശർക്കര പാനി ഒഴിച്ച് ലൂസായി പോവുകയാണെങ്കിൽ കുറച്ച് അവലോ മാവോ എന്തെങ്കിലും കുറച്ചുകൂടെ ചേർക്കാം. അപ്പോൾ ഞാൻ അതെല്ലാം ഇതുപോലെ ബാൾസാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു സ്റ്റീമർ എടുത്തിട്ട് കണ്ടോ, ഇതിൻ്റെ പുറത്ത് ഒരു വാഴയില കട്ട് ചെയ്ത് വെച്ചു. എന്ന് വെച്ചാൽ ഇതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വാഴയില കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ വാഴയില കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റീമറിൽ ശകലം ഓയിൽ ഇങ്ങനെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 6 മിനിറ്റ് സ്റ്റീം ചെയ്ത് 6-7 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റീമറിൽ വയ്ക്കാം. ഇത് ഒന്നോടൊന്ന് ഒട്ടിപ്പിടിക്കാത്ത രീതി വേണം വയ്ക്കാൻ കേട്ടോ, ഇല്ലെങ്കിൽ അതിൽ ചേർന്നിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്ത് വേണം അതും ഇപ്പോൾ വയ്ക്കാം ഇപ്പോഴത്തെ സിറ്റുവേഷനിലല്ലേ. അപ്പോൾ ഇത് നമുക്കങ്ങനെ തന്നെ വയ്ക്കാം. അപ്പം ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു സ്റ്റീം വന്നിട്ട് ഒരു 6-7 മിനിറ്റ് വന്നാൽ മതി. എന്ന് വെച്ചാൽ നമ്മുടെ അവലും പഴവും ഒക്കെ അല്ലേ, അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ. ഇത് മൂടി. അപ്പോൾ ഇത് സ്റ്റീം വന്നിട്ട് 6 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് വെന്തിട്ട് ഇല്ലാന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഏതെങ്കിലും ഒരു കമ്പി എന്തെങ്കിലും വെച്ചൊന്ന് ഇതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും. ഇങ്ങനെ കുത്തി നോക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ എന്ന്. വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ക്വിക്ക് റെസിപ്പി, അതുപോലെ തന്നെ ഓയിൽ ഫ്രീ ആയിട്ടുള്ള സ്നാക്സ്, സ്റ്റീംഡ് സ്നാക്സ്, അത് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അവല്, പഴം, ശർക്കര, കുറച്ച് ശർക്കര, തേങ്ങ, ഇതൊക്കെയേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് ഇതിനെ ചെയ്യാനും പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.